STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീണ്ടും മനുഷ്യജീവനെടുത്ത കാട്ടാന. പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് താമരവള്ളച്ചാൽ ഊര് നിവാസി 58 വയസ്സുള്ള പ്രഭാകരൻ. കാട്ടാനയുടെ അക്രമം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളയാരോപിച്ച് കോൺഗ്രസ് സമരപാതയിൽ. വാരണാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭവുമായി CPM. ഏരിയ കാൽനട ജാഥകൾക്ക് തുടക്കം. കുന്നംകുളം പെരുമ്പാവിലെ ബാറിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. വധശ്രമ കേസിൽ പ്രതിയായ വാരണാകുറിശി പോയിലൂർ സ്വദേശിയെ ഷൊർണൂർ പോലീസ് വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി. കൊച്ചുകുട്ടി ഉൾപ്പെടെ 3 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വെട്ടിക്കാട്ടി സ്വദേശി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഷൊർണൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷൊർണൂർ സർക്കാർ ആശുപത്രി ലാബിലെ രക്തപരിശോധനയിൽ ഗുരുതരമായ പിഴവ്. BJP പ്രതിഷേധത്തെ തുടർന്ന് ലാബിൽ രക്തപരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാതെ അധികൃതർ കൈമലർത്തുന്നത് സ്വകാര്യ ലാബുകളുമായുള്ള ഒത്തുകളിയുടെ ഭാഗമെന്ന് BJP നേതാക്കൾ. വാർത്തകൾ വിശദമായി. തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ അക്രമത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. താമരവള്ളച്ചാൽ ഊരിൽ നിവാസി 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. രാവിലെ 7 മണിയോടെയാണ് പ്രഭാകരൻ, മണികണ്ഠൻ, മരുമകൻ ലിജോ എന്നിവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട് കയറിയത്. പീച്ചി റേഞ്ചിലെ ഉൾക്കാട്ടിലുള്ള അമ്പഴച്ചാൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനിടെ പ്രഭാകരനെ കാട്ടാന ആക്രമിച്ചു. മരുമകനും മകനും ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു. ഇരുവരും ഊരിലെത്തിയാണ് ആക്രമണ വിവരം ഊര് നിവാസികളെ അറിയിച്ചത്. വിവരമറിഞ്ഞ് പീച്ചി വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ സർക്കാർ ആശുപത്രിയിലെ രക്തപരിശോധനാ ലാബിൽ രക്തനിർണയ പരിശോധന പിഴവിനെ തുടർന്ന് പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു. സാങ്കേതിക തകരാറ് മൂലം കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BJP പ്രവർത്തകർ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് രക്തപരിശോധന നിർത്തിവെച്ചത്. ലാബിലെ യന്ത്രങ്ങളിലെ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തി രക്തപരിശോധന നടത്തിയവർക്കാണ് വലിയ വ്യത്യാസം കാണപ്പെട്ടത്. സംശയം തോന്നിയ രോഗികൾ സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് രക്തത്തിലെ കൗണ്ട് ഉൾപ്പെടെയുള്ള അളവുകളിൽ വലിയ വ്യത്യാസം കാണാൻ സാധിച്ചത്. ലാബിലെ യന്ത്രത്തകരാർ പരിഹരിക്കുന്നത് ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൈദഗ്ധ്യമുള്ളവരാണ്. കഴിഞ്ഞയാഴ്ച യന്ത്രത്തകരാർ പരിശോധന നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ഒരു താല്പര്യമില്ല, അത് പറ്റൂല. ഇവിടെ കൃത്യമാവണമെന്നുള്ള ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായ മതി. ഇവിടെ കൃത്യമായിട്ട് ഇതില് ഇവിടുത്തെ ഡോക്ടർമാരെന്നെ ഈ ആശുപത്രി ഡോക്ടർമാരെന്ന് പറഞ്ഞ ഇതിൽ വേരിയേഷൻ നിങ്ങളൊന്ന് പുറത്തെടുത്ത് വരണം. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ഇതില് വ്യത്യാസം നിന്ന്. അപ്പോ ഒരു സാധാരണക്കാരൻ വന്നാൽ 2 തവണ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ട് ആ സാധനം നേരാക്കിയിട്ടില്ലെങ്കിൽ അടിയന്തരമായിട്ട് അത് നേരാക്കാനുള്ള സൗകര്യം. രക്തപരിശോധനാ ലാബിന്റെ തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമേ ലാബ് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്ന മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ലാബിലെ ഇത്തരം പ്രശ്നങ്ങൾ മറച്ചുവെച്ച് രോഗികളെ ഇതേ ലാബിൽ പണമടച്ചുകൊണ്ട് പരിശോധന നടത്തിക്കുകയും രക്തത്തിലെ അളവിൽ വ്യത്യാസമുള്ള എല്ലാ രോഗികളെയും സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് ആശുപത്രി ജീവനക്കാരും സ്വകാര്യ ലാബുകളും തമ്മിലുള്ള ഇടപാടിന്റെ ഭാഗമാണെന്ന് BJP ആരോപിച്ചു. ഏതാണ്ട് ഇത്ര ദിവസം ഒരു മാസത്തോളമായിട്ടും ഈ ലാബിന്റെ പ്രവർത്തനം സുഗമമാക്കാത്തത് ഈ ലാബ് പുറത്തെ സ്വകാര്യ ലാബുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തീർത്തും പറയാൻ സാധിക്കും. കാരണം ഇവിടെ ചെക്ക് ചെയ്യുന്ന ബ്ലഡിന്റെ കൗണ്ട് 85,000 ആണെങ്കിൽ പുറത്ത് ചെക്ക് ചെയ്യുന്ന ബ്ലഡിന്റെ കൗണ്ട് 1.5 ലക്ഷവും 1,70,000 വരെ ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരെന്നെ അത് ശരിവെക്കുന്നത് പുറത്തെ ലാബുകളുടെ കൗണ്ടിംഗ് ആണ്. പുറത്തെ ലാബുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ ചികിത്സ ചെയ്യുന്നത്. എന്നിട്ടും ഇവിടുന്ന് വീണ്ടും ഈ രോഗികളെ കൊണ്ട് ഇവിടുന്ന് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്താണ് ആ സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയിരിക്കാം. BJP ജില്ലാ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, കൌൺസിലർമാരായ EP നന്ദകുമാർ, R രഞ്ജിത്ത്, K പ്രസാദ്, സിനി മനോജ്, MK വിപിൻനാഥ്, ലേഖ രമേഷ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരുമ്പിലാവ് KR ബാറിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കടങ്കോട് സ്വദേശി 33 വയസ്സുള്ള നിജി
സുൽത്താൻ ബത്തേരി സ്വദേശി 49 വയസ്സുള്ള പൗലോസ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ചേരമംഗലം സ്വദേശി ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി സുജിത്ത്, പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾ മുഴുവൻ ഇപ്പോൾ അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തസ്രവം സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ യുവാവ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വധശ്രമ കേസിലെ പ്രതിയെ ഷൊർണൂർ പോലീസ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. വാരണാകുറിശി പോലൂർ കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് അഷ്റഫിനെയാണ് പോലീസ് പിടികൂടിയത്. 2024 ജൂൺ 24-നാണ് പട്ടാമ്പി കുളപ്പുള്ളി റോഡിൽ പണി നടക്കുന്ന സമയത്ത് വാടാനംകുറിശി സ്കൂളിന് സമീപം വെച്ച് റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിലേർപ്പെട്ടിരുന്ന തൊഴിലാളികളെ ഇയാൾ വടിവാൾ വീശി ആക്രമിച്ചത്. കുറ്റകൃത്യത്തിലേർപ്പെട്ട 4 പേരിൽ 3 പേരെ ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും 4ാം പ്രതിയായ അഷ്റഫ് വിദേശത്തേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. ഉടൻ തന്നെ പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു. തിങ്കളാഴ്ച പ്രതി വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ സമയത്ത് കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ, ഇൻസ്പെക്ടർ ഡേവിഡ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 5 വയസ്സുള്ള കൊച്ചുകുട്ടി ഉൾപ്പെടെ 3 പേരെ അടിച്ച് പരിക്കേൽപ്പിച്ച വയോധികനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. വെട്ടിക്കാട്ടിരി കരുവാള വീട്ടിൽ 60 വയസ്സുള്ള രവിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരിയിൽ വഴക്കിനിടെ സഹോദരൻ രവിയുടെ ആക്രമത്തിൽ തലയ്ക്കും കയ്യിനും ഗുരുതരമായി പരിക്കേറ്റ 53 വയസ്സുള്ള പ്രേമലതയെയും 26 വയസ്സുള്ള അമൃതയെയും 5 വയസ്സുള്ള ഇഷാൻ വിയെയും ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് CI അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസ് പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPIM പാലക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ മങ്കര, കല്ലൂർ, പറപ്പള്ളക്കുന്നിൽ നിന്നും പര്യടനം ആരംഭിച്ചു. CPIM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം CM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ K കൃഷ്ണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജാഥ മാനേജർ TK നൌഷാദ്, വൈസ് ക്യാപ്റ്റൻ CP പ്രമോദ്, K വിജയൻ, അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, MT ജയപ്രകാശ്, V രാധാകൃഷ്ണൻ, അബ്ദുൾ സുക്കൂർ എന്നിവർ സംസാരിച്ചു. മംഗല ലോക്കൽ സെക്രട്ടറി ER ശശി സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ചന്താമരാക്ഷൻ നന്ദിയും പറഞ്ഞു. പ്രതിഷേധ ജാഥ ഫെബ്രുവരി 19 മുതൽ 22 വരെ നടക്കും. സമാപന സമ്മേളനം പറളയിൽ KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്യും. 20-ന് പിരായിരിയിൽ CK രാജേന്ദ്രനും 21-ന് പറക്കുന്നത്ത് P മമ്മിക്കുട്ടിയും 22-ന് ചിരക്കാട്ടിൽ S അജയകുമാറും ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ വാരണാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരിന്റെ നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. വാടാനംകുറിശിയിലെ ഓങ്ങല്ലൂർ 2nd വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പാലക്കാട് DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ആ ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ച വിദഗ്ധർക്ക് കൃത്യമായിട്ടറിയാം, ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തിക രംഗത്തിൻ്റെ മാന്ദ്യഭാവം ഇല്ലാതാക്കുന്നതിനോ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ വ്യവസായ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഒന്നും അതിൽ ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ PK അബൂബക്കർ സിദ്ദിഖ്,
ടി പി രാജീവ്, വി ടി അലി, ബഷീർ കാരക്കാട്, ഗോപൻ കാരക്കാട്, സി ടി അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം സ്വകാര്യ സ്ഥാപനം മണ്ണിട്ടു നികത്തി കയ്യേറിയതായി പരാതി. കൊച്ചി പാലത്തിന് സമീപം വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാൻ കണ്ടെത്തിയ സ്ഥലം അനുമതിയില്ലാതെ മണ്ണിട്ട് പാർക്കിംഗ് കേന്ദ്രമാക്കിയിരിക്കുകയാണ്. ഷൊർണൂർ നഗരസഭയുടെ വഴിയിടം സ്ഥിതി ചെയ്യുന്ന അതേ കെട്ടിടത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന പൊതുമരാമത്ത് സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയാണ് കയ്യേറ്റം. റോഡിന്റെ ഒരു വശത്തായി ചെടികളും വെച്ചിട്ടുണ്ട്. എന്നാൽ റോഡിന് ഒരു വശം സൗന്ദര്യവൽക്കരിക്കാൻ നഗരസഭയുടെ അനുമതി തേടിയിരുന്നുവെന്നും പാർക്കിങ്ങിന് അനുമതി നൽകിയിട്ടില്ല എന്നുമാണ് നഗരസഭാ സെക്രട്ടറി പറയുന്നത്. അതേസമയം പൊതുമരാമത്ത് വകുപ്പ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. ഇരുട്ടിന്റെ മറവിലാണ് മണ്ണിട്ട് സ്ഥലം കയ്യേറിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുന്നതുവരെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ 2 സെന്റിലധികം ഭൂമിയാണ് ഇത്തരത്തിൽ കയ്യേറിയിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനം നവീകരിക്കാനായി 10 ദിവസത്തോളം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്ഥലം കയ്യേറിയുള്ള പ്രവൃത്തികൾ. നഗരസഭ വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാൻ കണ്ടെത്തിയ സ്ഥലമാണിത്. പദ്ധതിക്കായി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലത്ത് കോൺക്രീറ്റിൽ ഒരു അടിത്തട്ടും നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷൊർണൂർ അർബൻ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിയിൽ സ്വർണം പണയം വയ്ക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്ക് മുക്കുപണ്ടം എത്തിച്ചു നൽകിയ പെരുമ്പാവൂർ കൊഞ്ഞശ്ശേരി വീട്ടിൽ പരീത് കുഞ്ഞിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ കേസിൽ പാലക്കാട് സ്വദേശികളായ അഫ്സൽ, സിയാദ്, സിക്കന്ദർ, ചളവറ സ്വദേശി മുഹമ്മദ് അലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരീതിലേക്ക് എത്തിയത്. ഇയാൾ മുമ്പും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് മുക്കുപണ്ടം എത്തിച്ചു നൽകിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സേതുമാധവൻ, ASI കമലം, കെ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ടി റിയാസ്, ഷനിൽകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ കടപ്പുറത്തുകാവ് വേലയ്ക്ക് കൊടിയേറി. കുംഭമാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച ആഘോഷിക്കുന്ന വേല ഫെബ്രുവരി 25-നാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ കുമാരസ്വാമി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വേലാഘോഷത്തിന് കൊടിയേറിയത്. കൊടിയേറ്റത്തിന് ശേഷം ഭൈരവൻ തറയിൽ ഗുരുതിയും നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഓങ്ങല്ലൂർ കടപ്രമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലം തോറും കുംഭമാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് വേല ആഘോഷിക്കുന്നത്. കൊടിയേറ്റ ദിവസം ക്ഷേത്രത്തിന്റെ തിരുനട വാതിൽ പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കൽ, ക്ഷേത്രത്തിലേക്ക് സ്വർണ്ണ സർവീസ് സഹകരണ ബാങ്ക് സമർപ്പിക്കുന്ന ഭണ്ഡാരങ്ങളുടെ സമർപ്പണം, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി മോഹനചന്ദ്രൻ, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP വിജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് പി നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര ഭണ്ഡാരങ്ങൾ വളരെ ജീർണിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഭണ്ഡാരം ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്തത് പ്രകാരം ക്ഷേത്രത്തിലെ നടയിൽ 4 ഭണ്ഡാരങ്ങൾ, 2 വലിയ ഭണ്ഡാരം ഗണപതിയുടെ നടയിലും അതുപോലെ തന്നെ ശാസ്താവിൻ്റെ നടയിലും 4 ഭണ്ഡാരങ്ങൾ വലിയൊരു സാമ്പത്തിക ചെലവോടുകൂടി ഈ ഷൊർണൂർ ബാങ്ക്, പ്രത്യേകിച്ചും ബാങ്കിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ സെക്രട്ടറിയും അതുപോലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ദീർഘകാലത്തെ ഒരു ആവശ്യം, ഈ കടപ്പുറമ്പത്ത് കമ്മിറ്റിയുടെ ആവശ്യം നിറവേറ്റി നല്ല വേല കൊടിയേറിയതോടെ തട്ടകത്തിലെ 3 ദേശങ്ങളായ പള്ളിപ്പുറം, കീഴായൂർ, ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പറയെടുപ്പ് ആരംഭിച്ചു. 21 വരെയാണ് പറയെടുപ്പ്. വേലയോടനുബന്ധിച്ച് ക്ഷേത്രമൈതാനത്തും കീഴായൂർ, ഓങ്ങല്ലൂർ ദേശങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ വേങ്ങശ്ശേരി മൂന്നുംപരംകുന്ന് മാരിയമ്മൻ കോവിൽ പൂജാ മഹോത്സവവും
പ്രതിഷ്ഠാ ദിനാഘോഷവും നടന്നു. നിരവധി ഭക്തർ ആഘോഷത്തിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നത്. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. വിശേഷ പൂജകൾക്ക് ശേഷം കലാമണ്ഡലം സന്തോഷിന്റെ ശിക്ഷണത്തിൽ കോവിലിൽ ചെണ്ട അഭ്യസിക്കുന്ന കുട്ടികളുടെ മേളമുണ്ടായി. പഞ്ചാരിമേളത്തിന് ശേഷം ഉച്ചയ്ക്ക് അന്നദാനമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:30 കുംഭം നീരാട്ട് പുറപ്പെട്ടു. തുടർന്ന് കുംഭം എഴുന്നള്ളിപ്പ് നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം സന്തോഷിന്റെ തായമ്പകയുമുണ്ടായി. ഉടുക്കുപാട്ടിന് ശേഷം ബുധനാഴ്ച പുലർച്ചെ മാവ് വിളക്കെടുക്കലോടെ ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീണ്ടും മനുഷ്യജീവനെടുത്ത കാട്ടാന. പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് താമരവള്ളച്ചാൽ ഊര് നിവാസി 58 വയസ്സുള്ള പ്രഭാകരൻ. കാട്ടാനയുടെ അക്രമം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നികുതിക്കൊള്ള ആരോപിച്ച് കോൺഗ്രസ് സമരപാതയിൽ. വാരണാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭവുമായി CPM. ഏരിയ കാൽനട ജാഥകൾക്ക് തുടക്കം. കുന്നംകുളം പെരുമ്പാവിലെ ബാറിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. വധശ്രമ കേസിൽ പ്രതിയായ വാരണാകുറിശി പോയിലൂർ സ്വദേശിയെ ഷൊർണൂർ പോലീസ് വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി. കൊച്ചുകുട്ടി ഉൾപ്പെടെ 3 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വെട്ടിക്കാട്ടി സ്വദേശി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഷൊർണൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷൊർണൂർ സർക്കാർ ആശുപത്രി ലാബിലെ രക്തപരിശോധനയിൽ ഗുരുതരമായ പിഴവ്. BJP പ്രതിഷേധത്തെ തുടർന്ന് ലാബിൽ രക്തപരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാതെ അധികൃതർ കൈമലർത്തുന്നത് സ്വകാര്യ ലാബുകളുമായുള്ള ഒത്തുകളിയുടെ ഭാഗമെന്ന് BJP നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.